നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്തുന്ന പുസ്തകം അജയ് പി മങ്ങാട്ടിൻ്റെ സൂസനയുടെ ഗ്രന്ഥപുരയാണ്. ഒരുപക്ഷെ നിങ്ങൾ പല വായനക്കാർക്കും ഓൾറെഡി ഈ പുസ്തകം വായിച്ചിട്ടുണ്ടാവാം. വളരെ പ്രശസ്തമായ പുസ്തകമാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവൽ രചനയാണെന്ന് ആലോചിക്കുമ്പോഴാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു ഗുണം നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഒരു ആദ്യ തുടക്കക്കാരൻ്റേതായിട്ടുള്ള ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മൾ ഈ പുസ്തകത്തിൽ കാണുന്നില്ല. വളരെ ഒരു തഴക്കവും പഴക്കവും വന്ന ഒരു ഗ്രന്ഥകാരൻ്റെ രചന പോലെ നമുക്ക് വായിച്ചു പോകാവുന്ന ഒരു പുസ്തകമാണിത്. ഇദ്ദേഹം ഇതിനു മുമ്പ് ലേഖനങ്ങളും മറ്റുമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഒരു നോവൽ എന്ന രൂപത്തിൽ അദ്ദേഹം ആദ്യമായിട്ട് എഴുതുന്ന ഈ പുസ്തകമാണ്. അപ്പോൾ ഈ പുസ്തകം വികസിക്കുന്നത് രണ്ട് കഥാപാത്രങ്ങളിലൂടെയാണ്, അലിയും അഭിയും. അഭി അതിൽ അലിയാണ് ഇതിൻ്റെ പ്രധാന കഥാപാത്രം. അലിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു മുൻ സുഹൃത്ത്, ഒരു പരിചയക്കാരനായിട്ടുള്ള, അതായത് പരിചയക്കാരിയായിരുന്ന സൂസന്നയുടെ മകൻ പോൾ അലിയെ വളരെ വർഷങ്ങൾക്ക് ശേഷം കോണ്ടാക്ട് ചെയ്യുന്നതിൽ നിന്നും ഉള്ള അലിയുടെ ഒരു ഓർമ്മകളിലൂടെയാണ് ഈ പുസ്തകം വികസിക്കുന്നത്. അപ്പോൾ അലിയെ കാണണമെന്ന് പറയുകയും അപ്പോൾ അലിക്ക് പഴയ കാര്യങ്ങളിലേക്ക് അലി സഞ്ചരിക്കുകയും ചെയ്യുകയാണ്. അതായത് നമ്മൾ പോകുന്നത് അലിയുടെയും അഭിയുടെയും കോളേജ് കാലഘട്ടത്തിലേക്കാണ്. അവിടെ അവർ രണ്ടുപേരെയും അവരുടെ സമാനമായ ചില അവരുടെ താല്പര്യങ്ങൾ അവരെ അടുപ്പിക്കുകയാണ്. സാഹിത്യമാണ് അതിലൊരു പ്രധാനമായ കാര്യം. സാഹിത്യത്തിലൂടെ അവർ പരസ്പരം അടുക്കുകയും അതിൽ ഒരു വേള അവരറിയുന്നത് അലി വായിച്ചിട്ടുള്ള ഒരു ജയൻ അമേരിക്കയിൽ എന്ന് പറഞ്ഞ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത് അഭിയുടെ അച്ഛനാണെന്നുള്ള വാർത്തയൊക്കെയാണ് അറിയുന്നത്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പുസ്തകങ്ങളൊന്നും രചിക്കുന്നില്ല എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല, താൻ അന്ന് എഴുതിയ പല പുസ്തകങ്ങളും ലേഖനങ്ങളുമെല്ലാം അദ്ദേഹം കത്തിച്ചു കളഞ്ഞു. പക്ഷേ ഈ വ്യക്തിയിലൂടെ അവർ നീലകണ്ഠൻ പരമാരയെ പറ്റിയും മറ്റും മനസ്സിലാക്കുകയാണ്. അത് നീലകണ്ഠൻ പരമാര എന്ന 80കളിലും മറ്റുമൊക്കെ ക്രൈം ഡിറ്റക്റ്റീവ് നോവലുകൾ എഴുതിയിരുന്ന, അതായത് നമ്മൾ ഈ മഞ്ഞ പുസ്തകം എന്ന് പറയുന്ന രീതിയിലുള്ള പുസ്തകങ്ങൾ എഴുതിയിരുന്ന അദ്ദേഹത്തിൻ്റെ അവസാനത്തെ രചനയായ, അതായത് വിഷാദത്തിൻ്റെ ശരീരഘടന എന്ന പുസ്തകം, അതിൻ്റെ മാനുസ്ക്രിപ്റ്റ്, അത് പുസ്തകമല്ല, അതിൻ്റെ ഒരു അവസാനത്തെ അദ്ദേഹത്തിൻ്റെ മാനുസ്ക്രിപ്റ്റ് ഒരു വ്യക്തിയുടെ കയ്യിൽ, അതായത് തണ്ടിയേക്കൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ മറയൂരുള്ള വീട്ടിലുണ്ട് എന്നിവർ മനസ്സിലാക്കുന്നു. അപ്പോൾ തണ്ടിയേക്കൻ വളരെ വലിയൊരു സൗഹൃദ വലയമുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരു കൃഷിക്കാരനാണ്, പക്ഷേ സാഹിത്യ തൽപരനുമാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പല സൗഹൃദങ്ങൾക്കും അദ്ദേഹത്തിന് സമാനമായി കിട്ടിയിരിക്കുന്നത് പുസ്തകങ്ങളാണ്. അങ്ങനെ 5000-ഓളം വരുന്ന ഒരു പുസ്തകത്തിൻ്റെ വലിയൊരു വൻപൻ ശേഖരം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇവർ കാണുന്നുണ്ട്. അങ്ങനെ ഇവർ മറയൂർ ഉള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയും അവിടെ നിന്നാണ് ശരിക്കും കഥ വികസിക്കുന്നത്. ആ മറയൂരുള്ള വീട്ടിൽ ഇവർ അദ്ദേഹത്തിൻ്റെ മകളായ സൂസന്നയെ പരിചയപ്പെടുകയും, അദ്ദേഹം മരിച്ചു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളായ സൂസന്നയെ പരിചയപ്പെടുന്നു. സൂസന്നയുടെ ചെറിയ കുട്ടിയും, ആ കുട്ടിയാണ് പോൾ, ആ കുട്ടിയും പിന്നെ സരസ എന്ന ഒരു വീട്ട് വേലക്കാരിയും ഉൾപ്പെടുന്നതാണ് ഈ ഒരു കുടുംബം. അപ്പോൾ ഇവിടെ വരികയും സൂസന്ന ഈ രണ്ട് ചെറുപ്പക്കാർക്ക് അനുവാദം കൊടുക്കുകയാണ് അവരുടെ ഗ്രന്ഥപുര പരിശോധിക്കുന്നതിനായിട്ട്. ഈ മാനുസ്ക്രിപ്റ്റ് ഉണ്ട്. ഇപ്പോൾ അവർ ഒരു ദിവസം മുഴുവൻ പരിശോധിച്ചെങ്കിൽ ഇവർക്ക് ഈ ഒരു മാനുസ്ക്രിപ്റ്റ് കിട്ടുന്നില്ല. പക്ഷേ അതിലൂടെ ഇവർ സൂസന്നയുമായിട്ടും ഇവർ അടുക്കുന്നുണ്ട്. പ്രധാനമായും സാഹിത്യം, പുസ്തകം തുടങ്ങിയവയൊക്കെയാണ് ഇവരെ തമ്മിൽ അടുപ്പിക്കുന്നത്. അങ്ങനെ ഇവരുടെ ഈ അടുപ്പം, സാഹിത്യത്തോടുള്ള ഒരു അഭിനിവേശവും അടുപ്പവും ഇവരെ മറ്റ് ആളുകളിലേക്കും അടുപ്പിക്കുന്നുണ്ട്. സൂസന്നയുടെ തന്നെ പരിചയക്കാരായിട്ടുള്ള പല വ്യക്തികളുമായിട്ട് ഇവർ അടുക്കുന്നുണ്ട്. അങ്ങനെ ഇവർ അടുപ്പത്തിലാകുന്ന പല വ്യക്തികളാണ് വെള്ളത്തൂവൽ ചന്ദ്രൻ, കാർമേഘം, അമുദ, ഇക്ബാല് തുടങ്ങി വളരെയധികം ആളുകളെ ഇവർ പരിചയപ്പെടുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഒരു മെയിൻ പ്ലോട്ട് ലൈൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകുന്ന ഒരു സംഭവങ്ങളാണ്, അതായത് നമ്മൾ പ്രശസ്തരായ പല സാഹിത്യകാരന്മാരെയും, അതായത് യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന പല സാഹിത്യകാരന്മാരെയും കലാകാരന്മാരെയും ഇടയൊക്കെ ജീവിതത്തിലേക്കും ഒരു തിരിഞ്ഞു നോട്ടം, അവരുടെ പുസ്തകങ്ങളിലേക്കും അവരുടെ ജീവിതത്തിലേക്കുമുള്ള ഒരു ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏടുകൾ ഇതിലൂടെ അവതരിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ മെയിൻ പ്ലോട്ട് ലൈൻ, അതായത് അലിയുടെ അഭിയുടെയും ഈ യാത്രയോട് ഒട്ടും അലോസരപ്പെടുത്താത്ത രീതിയിൽ പാരലായിട്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ അതിനെ മനോഹരമായിട്ട് ഇദ്ദേഹം ഈ കേന്ദ്ര കഥാപാത്രമായ അലിയുടെ ഒരു ജീവിതവുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട്. അതായത് നമ്മൾ കാണുന്നത് ഈ പ്രധാനപ്പെട്ട, അതായത് പ്രശസ്തരായ ഈ പല കലാകാരന്മാരും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരിക്കലും ഒരു റൈറ്റേഴ്സ് ബ്ലോക്ക് അനുഭവപ്പെട്ടിട്ടുള്ളവരാണ്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഇതിൽ കേൾക്കുന്നത് ഫ്രാൻസിസ് കാഫ്കയെ പറ്റി പറയുന്നുണ്ട്,
ദസ്തയേവ്സ്കിയെ പറ്റി പറയുന്നുണ്ട്. ആർതർ കോനൻ ഡോയിൽ, കോട്ടയം പുഷ്പനാഥ് വരെ അതും അങ്ങനെയുള്ള വലിയ വലിയ എഴുത്തുകാരുടെയും കൂടെ തന്നെ ഇതുപോലുള്ള പോപ്പുലർ ഫിക്ഷൻ എഴുതുന്ന ആൾക്കാരെ പറ്റിയുമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ എഴുത്തുകാർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരിക്കലും റൈറ്റേഴ്സ് ബ്ലോക്ക് അവർക്കുണ്ടാകുകയും അല്ലെങ്കിൽ അവർ എഴുതിയ കൃതികൾ വേണ്ട രീതിയിൽ സ്വീകരിക്കപ്പെടാത്തതിനുള്ള നിരാശാബോധത്തിൽ അവർ ആണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ നിന്നൊക്കെ അവർ പെർസിസ്റ്റ് ചെയ്യുകയും പിന്നീട് അവർ ഉയർന്നു വന്ന് അവരുടെ രചനകൾ വളരെ പ്രശസ്തമാകുകയും അവർ വ്യക്തി എന്ന നിലയിലും അവരുടെ സാഹിത്യകൃതികളും വളരെയധികം പ്രശസ്തമാകുകയും ചെയ്യുന്നത് നമുക്ക് ഈ പുസ്തകത്തിലൂടെ വായിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ എങ്ങനെയാണിത് മെയിൻ പ്ലോട്ട് ലൈനുമായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അലി എന്ന വ്യക്തി, അദ്ദേഹം ഒരു സാഹിത്യം രചിക്കാൻ ആഗ്രഹമുള്ള വ്യക്തിയാണ്, എഴുതാൻ ആഗ്രഹമുള്ള വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന് പല കാരണങ്ങൾ കൊണ്ട് ഒരു റൈറ്റേഴ്സ് ബ്ലോക്ക് അദ്ദേഹത്തിന് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഒടുവിൽ എങ്ങനെ ഈ റൈറ്റേഴ്സ് ബ്ലോക്കിനെ അദ്ദേഹം എങ്ങനെ ഓവർകം ചെയ്ത് അദ്ദേഹം മുമ്പോട്ട് വരുന്നതും ഒരു സാഹിത്യ രചനയിലേക്ക് ഏർപ്പെടുന്നതും മറ്റുമാണ് നമ്മൾ ഈ പുസ്തകത്തിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോഴത് എങ്ങനെ ഒരു വ്യക്തി തൻ്റെ ആ ഒരു ഇഷ്ടത്തോട് പെർസിസ്റ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് വരികയും അങ്ങനെ അതിൽ സക്സീഡ് ചെയ്യുകയും ചെയ്യുന്നത് നമ്മളിതിൽ കാണുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ചില വ്യക്തിത്വങ്ങൾ, അവർ വളരെയധികം സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിട്ടും അവർക്കുണ്ടായിട്ടുള്ള പരാജയങ്ങൾ കാരണം അവർ പിന്നീട് ഈ സാഹിത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും അല്ലെങ്കിൽ ചില കാരണങ്ങൾ കൊണ്ട് അവർ വളരെയധികം സ്നേഹിച്ചിരുന്ന ഈ സാഹിത്യമെന്ന ആ ഒരു സാഹിത്യത്തെ, കലയെ അല്ലെങ്കിൽ അതിൽ നിന്ന് അവർ വിട്ടുപോവുകയും ചെയ്യുന്നതും നമ്മളിവിടെ കാണുന്നുണ്ട്. ശരിക്കും നമ്മൾക്ക് ഒരു പുസ്തകത്തിലേക്ക് നമ്മൾ വായിച്ചു തുടങ്ങുമ്പോഴേക്കും ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ വലിച്ച് അടുക്കപ്പെടുക അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് ആണ്ടുപോവുക, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ശരിക്കും ഈ പുസ്തകത്തിൽ നമുക്ക് കിട്ടുന്നത്. നമുക്ക് ശരിക്കും നമ്മൾ ആ ഒരു മറയൂരിലെ ആ വീടും സ്ഥലങ്ങളും അതുപോലെ തന്നെ കേന്ദ്ര കഥാപാത്രങ്ങളുടെ കഥകളിലേക്കും ജീവിതത്തിലേക്കും എറണാകുളം, കൊച്ചിയിലേക്കുമൊക്കെ ഇവർ പോകുന്നുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് ഇവർ പോകുമ്പോഴെല്ലാം ആ ഒരു ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ സാധിക്കുന്നുണ്ട്, അവർക്കൊപ്പം സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ട്. അത്ര നല്ല ഒരു രചനയാണ്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം എന്ന് എനിക്ക് തോന്നുന്നത് വെള്ളത്തോൾ ചന്ദ്രൻ എന്ന ഒരു കഥാപാത്രമാണ്. അദ്ദേഹം ഒരു അവധൂതനെ പോലെ ജീവിതത്തിൽ ജീവിച്ചൊരു നക്സലൈറ്റായി, വളരെ ചെറുപ്പത്തിൽ നാട് വിട്ടു പോകുന്നു, പിന്നെ നക്സലൈറ്റ് ആകുന്നു, രാഷ്ട്രീയത്തിൽ നിന്ന് പിന്നെ വിട്ട് സാഹിത്യത്തിലേക്ക് കിടക്കുന്നു. ഇവിടെയൊക്കെ സാഹിത്യത്തോടുള്ള ഒരു ഇഷ്ടമാണ് ഇവരെല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെയും സാഹിത്യത്തോട് വളരെ വലിയൊരു ഇഷ്ടമുണ്ട്. പക്ഷേ എങ്കിലും ഒടുവിൽ അദ്ദേഹം ജീവിതത്തിലൊന്നും പ്രത്യേകിച്ചൊന്നും നേടാതെ ഒടുവിൽ മരണത്തിന് കീഴ്പ്പെടുന്നുമുണ്ട്. പക്ഷേ ആ ഒരു മരണം വരെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സഞ്ചാരം നമുക്ക് ഈ ഒരു പുസ്തകത്തിലൂടെ വായിച്ചറിയാം. അത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഗ്രന്ഥകാരൻ ഇതിൽ എഴുതിയിരിക്കുന്നത്. മൊത്തത്തിൽ ശരിക്കും ഒരു വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് സൂസന്നയുടെ ഗ്രന്ഥപുര. പ്രധാനമായും നമുക്ക് ലോക ക്ലാസിക്കുകളെ പറ്റി മനസ്സിലാക്കാനും നമ്മൾ കേട്ടിട്ടില്ലാത്ത പല യുണീക്കായിട്ടുള്ള പല കഥകളും ഇതുപോലെയുള്ള പ്രശസ്തരായ വ്യക്തികളെ പറ്റി മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട് പുസ്തകത്തിലൂടെ. അതുകൂടാതെ തന്നെ മനോഹരമായ ഒരു കഥയും ഇതിലൂടെ നമുക്ക് വായിച്ച് അറിയാൻ സാധിക്കുന്നത്. ഒരു വ്യക്തിയുടെ ഒരു വ്യക്തി വികാസമാണ് നമ്മളിതിലൂടെ മനസ്സിലാക്കുന്നത്. അയാൾ ഇടപെടുന്ന വ്യക്തിത്വങ്ങൾ അയാളെ എങ്ങനെ സ്വാധീനിക്കുന്നു, അത് എങ്ങനെ ശരിക്കും അയാളുടെ പർപ്പസ്, അയാളുടെ ജീവിതത്തിലെ ഒരു ലക്ഷ്യം അയാൾക്ക് നിറവേറ്റാനായിട്ട് സഹായിക്കുന്നു എന്നതും നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട്. That's all. Thank you.